അപ്പോൾ സെയിൽസ് ഇല്ലെങ്കിൽ ജോലി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇല്ലാണ്ടാവും, ഓരോരോ കാര്യങ്ങൾ ഇല്ലാണ്ടാവും. അപ്പോൾ ഞാനൊരു 20 കൊല്ലമായിട്ട് സെയിൽസ് ചെയ്യുന്നു, സെയിൽസിൽ ട്രെയിനിങ് കൺസൾട്ടിങ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് പലപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ ട്രെയിനേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ഞാനത് പറഞ്ഞു. കാരണം സെയിൽസ് ആണ് ബേസിക്കലി എല്ലാത്തിൻ്റെയും പ്രധാനം. അപ്പോൾ സെയിൽസ് ഇല്ലെങ്കിൽ സ്ലോലി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇല്ലാണ്ടാവും, ഓരോരോ കാര്യങ്ങൾ ഇല്ലാണ്ടാവും. അപ്പോൾ സെയിൽസ് വളരെ പ്രധാനമാണ്. സെയിൽസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരിക്കണം, എന്നാലാണ് കാര്യങ്ങൾ നീങ്ങുള്ളൂ. പക്ഷേ സെയിൽസ് നടക്കാത്തത് ഉള്ള റീസൺസ് പലപ്പോഴും ഇവർ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം സെയിൽസ് ഒരിക്കലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനല്ല. ഈ സെയിൽസിന് കുറേ ആളുകൾ സപ്പോർട്ട് വേണം. അതെ അതെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേപോലെ അതിൻ്റെതായ എഫക്റ്റീവ്നെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ സെയിൽസിൽ റിസൾട്ട് വന്നു തുടങ്ങുള്ളൂ. ഒരിക്കലും ഒരു സെയിൽസ് നമുക്ക് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ്സോ നമ്മൾ ഉദ്ദേശിച്ച ഗ്രോത്തോ ഞാൻ പറയണം സെയിൽസ് നടക്കുമായിരിക്കും. പക്ഷെ നമ്മളൊരു എന്താ പറയുക, ഒരു വലിയ സെയിൽസ് പ്ലാൻ അല്ലെങ്കിൽ വലിയൊരു സെയിൽസ് വോളിയം ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈക്വലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാ ഓപ്പറേഷൻസും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം, ഈ ഗ്യാപ്പാണ് പ്രശ്നം. കാരണം അവിടെ എക്സ്പേർട്സ് ഇല്ല,